Good morning everyone. On this pleasant morning, I, Aina Alfonso Sachi, welcome you all Children's Day program of our school. Why this day is so special? Yeah, it's Children's Day. It's our day. Pandit Jawaharlal Nehru was called as Chacha Nehru by the children of his selfless affection to them. Today we are celebrating the birth anniversary of Chacha Nehru. So let's start our function with a welcome prayer. For that, I would like to invite Sister Lisa. Thank you, Sister Lisa. Great honor and respect, may I invite Headmistress Sister Salome to extend a warm vote of welcome. 14 ശിശുദിനം കുഞ്ഞുങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഈ നല്ല ദിനത്തിൽ ഇൻഫന്റ് ജീസസ് സ്കൂളിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ശിശുദിനത്തിൻ്റെ 1000 സ്നേഹവും സന്തോഷവും ആശംസകളും നേരുന്നു. കുഞ്ഞുങ്ങളാണ് നാടിൻ്റെ, വീടിൻ്റെ, സ്കൂളിൻ്റെ ഐശ്വര്യം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളില്ലാതെ ഈ ഒരു വർഷം നമ്മുടെ സ്കൂളും പരിസരങ്ങളും കളിസ്ഥലങ്ങളുമെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ തിരിച്ചു വരുന്ന ദിവസമാകട്ടെ നമ്മുടെ ശിശുദിന ആഘോഷം. ഇന്നത്തെ ഈ ശിശുദിനത്തിൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ഒരേ ഒരു സന്ദേശം, എനിക്കെങ്ങനെ എൻ്റെ മാതൃരാജ്യത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ്. തീർച്ചയായും ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ വീട്ടിലായിരിക്കുമ്പോൾ ഇന്നത്തെ ശിശുക്കളായ നിങ്ങൾ നാളത്തെ പൗരന്മാരാണ് എന്ന ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ മാതൃരാജ്യത്തിന് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ നൽകാൻ സാധിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഇന്നത്തെ ഈ ഓൺലൈൻ ശിശുദിന ആഘോഷ പരിപാടികളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറെ പ്രത്യേകമായി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PT അഗസ്റ്റിൻ അവരുകളെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന് അദ്ദേഹം ചെയ്ത വിശിഷ്ടമായ സേവനങ്ങളെ പ്രതി അദ്ദേഹത്തിന് നന്ദി പറയുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ മദർ ഡീന കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടയ്ക്കിടെ നിങ്ങളോടൊപ്പം വരാറുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ട മദറിനെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ശിശുദിന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sister, for your beautiful words. Now, let's listen the message of the first person of our Panchayat President, Mr. PT Agustin. പ്രിയ കുഞ്ഞുങ്ങളെ, നവംബർ 14 ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രഥമ പ്രധാനമന്ത്രി ചാച്ചാ നെഹ്റുവിൻ്റെ ജന്മദിനം. ആ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുഞ്ഞുങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും കുഞ്ഞുങ്ങളുടെ ഭാവി ഏറ്റവും
വാസുരമായി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഭാരതത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു വെച്ച നമ്മളുടെ പ്രിയങ്കരനായ രാജ്യത്തിൻ്റെ രാഷ്ട്രശില്പിയായ ചാച്ചാ നെഹ്റുവിൻ്റെ ഓർമ്മ ദിനം നമുക്കെല്ലാവർക്കും ഒരു മാർഗദീപമായി നമ്മളുടെ എല്ലാം മനസ്സിലുണ്ടാവണം. ഒരു നാട് വളർന്നു വലുതാവുന്നത് അവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധിയിലാണ് എന്ന് ക്രാന്തദർശിയായ പ്രധാനമന്ത്രിയായ ബഹുമാന്യനായ ജവഹർലാൽ നെഹ്റുവിന് മുൻകൂട്ടി കാണുവാൻ കഴിഞ്ഞു. ഒരു മതേതര ഇന്ത്യയിൽ എല്ലാവരും ഒന്നിച്ച് കളിക്കുകയും എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന, അതായത് ഉച്ചനീചത്വങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ വിഭാവനം ചെയ്ത മഹത് വ്യക്തിയാണല്ലോ നമ്മളുടെ ചാച്ചാജി. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃകയാവണം. ഈ രാജ്യം എന്തായിത്തീരണമെന്ന് അദ്ദേഹം ഭാവനയിൽ കണ്ടുവോ, അതിനുള്ള ഒരു മതനിരപേക്ഷ മതേതര ഇന്ത്യയെ കെട്ടിപ്പടുത്ത് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും കൈകളിൽ ഏൽപ്പിച്ച് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞ ആ മഹത് വ്യക്തിത്വത്തിൻ്റെ ജന്മദിനം ഏറ്റവും നല്ല ശിശുക്കളായി, ഏറ്റവും നല്ല യുവാക്കളായി, ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി ഈ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും യശസ്സും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളായി വളരാൻ ആ മഹത് വ്യക്തിത്വത്തിൻ്റെ ജീവിത ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും മാതൃകയാവട്ടെ. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. Thank you, sir, for your beautiful words. Music can change the world. Yes, here we have Mr. Jeans to sing a beautiful song.
presentation. To facilitate the gathering, may I invite a pleasant and familiar feast to all of us, Sister Dina CMC, Manager of the school. സ്നേഹബഹുമാനപ്പെട്ട അധ്യാപകരെ, കുട്ടികളെ, പ്രിയ രക്ഷിതാക്കളെ, കഴിഞ്ഞ വർഷങ്ങളിൽ ശിശുദിനം നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് നിങ്ങൾക്ക് ആശംസകൾ നേരുകയുണ്ടായി. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഈ സാങ്കേതിക വിദ്യയിലൂടെയാണ് നാം ആശംസകൾ നേരുന്നത്. ഒരു വർഷത്തേക്ക് കരുതുകയാണെങ്കിൽ കൃഷി ചെയ്താൽ മതി. 10 വർഷത്തേക്കാണ് നാം കരുതുന്നതെങ്കിൽ നാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. 100 വർഷത്തേക്കാണെങ്കിലോ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലവരും രാജ്യത്തിന് ഉപകാരപ്രദമുള്ള മക്കളുമായി വളർത്താൻ പരിശ്രമിക്കും. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ചാച്ചാജി എന്ന് എല്ലാ മക്കളും അപരനാമത്താൽ വിളിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ നാം ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. ശിശുക്കളുടെ മഹത്വവും അവരുടെ നിഷ്കളങ്കതയും ആണ് ചാച്ചാജിയെ ഇത്രയേറെ പ്രമുഖനാക്കാൻ കഴിഞ്ഞത്. ശിശുദിനം എന്ന് പറയുമ്പോൾ തന്നെ രൂപയിലൊരു റോസപ്പൂവും തലയിലൊരു തൊപ്പിയും അണിഞ്ഞ് പുഞ്ചിരിയാർന്ന മുഖത്തോടുകൂടിയ നെഹ്റുജിയാണ് എല്ലാവരുടെയും മനസ്സുകളിൽ ഓടിയെത്തുക. നമുക്കറിയാം ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. വിദ്യാഭ്യാസത്തിന് പോകാൻ നിവൃത്തിയില്ലാത്തവർ, അതുപോലെ തന്നെ അക്രമങ്ങൾക്കും അനീതികൾക്കും ഇരയായിത്തീരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ഓരോരുത്തരും അതിനായി യത്നിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദങ്ങളാക്കുമ്പോൾ, അവരെ വളർത്തുമ്പോൾ ആണ് ഈ ശിശുദിനത്തിൻ്റെ മഹാത്മ്യം നിറവേറുക. നെഹ്റു ഒരിക്കൽ യാത്രക്കിടയിൽ ഒരു അനാഥാലയത്തിൽ കയറാനിടയായി. അവിടെ ഓർഫനേജ് എന്നൊരു പേര്, ആ ബോർഡ് അദ്ദേഹം കണ്ടു. ആ ക്ഷണമാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ചിന്തകൾ ഉറഞ്ഞുകൂടി. അദ്ദേഹം ഉടൻ തന്നെ അതിൻ്റെ അധികൃതരോട് പറഞ്ഞു ആ ബോർഡ് അവിടെ നിന്നും എടുത്തു മാറ്റാൻ. കാരണം അതിനുശേഷം അദ്ദേഹം ആ 40 കുഞ്ഞുങ്ങളുള്ള ആ അനാഥാലയത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുകയും അതിൻ്റെ പരിപുഷ്ടിക്ക് വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം യഥോചിതം കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തുവെന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. കുട്ടികളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നെഹ്റു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ കാലഘട്ടത്തിൽ കുട്ടികളെ അകറ്റുന്ന എല്ലാ വിധത്തിലുള്ള ലോഭനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തിന്മയുടെ വഴികളിൽ നിന്നും പിന്മാറുവാൻ, അവരെ നന്മയിലേക്ക് നയിക്കുവാൻ മാതാപിതാക്കൾക്കും വലിയ കടമയുണ്ട്. അതുപോലെ തന്നെ LKG തുടങ്ങിയ സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികളെ നല്ല രീതിയിൽ നയിക്കാൻ അധ്യാപകർക്കും കടമയുണ്ട്. അവർ അത് യഥോചിതം നടത്തുന്നുമുണ്ട്. ഈ ദിവസം, ഈ നല്ല ദിനത്തിൽ ഈ മാതാപിതാക്കളോടും അധ്യാപകരോടും നമുക്ക് നന്ദിയുള്ളവരാകാം. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് കുഞ്ഞുമക്കളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നല്ല ഭാവിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sister, for your valuable words. I would like to invite Mr. Bichu, the head of the Malayalam department, to say the message of the day. ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ സലോമി, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും തന്നെ ആദ്യമേ ശിശുദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ചാച്ചാജിയുടെ ജന്മദിനമായ ശിശുദിനം ഇപ്രാവശ്യം നമ്മൾ വീടുകളിൽ തന്നെ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ചാച്ചാജിയുടെ കൂട്ടിലെ പനിനീർ പുഷ്പം പോലെയുള്ള നിങ്ങളുടെ നിർമ്മലമായ പുഞ്ചിരി ഞങ്ങൾക്ക് നേരിട്ട് കാണാനാവുന്നില്ലെങ്കിലും ഞങ്ങളുടെ കൺമുന്നിലുണ്ട്. ഈ മഹാവ്യാധി കാലത്ത് വീടുകളിൽ മടി പിടിച്ചിരിക്കാതെ നിങ്ങളുടെ അധരത്തിൽ പുഞ്ചിയോടുകൂടി മിടുക്കരായി വളരുക. നെഹ്റുവിന്റെ പ്രശസ്തമായ ഒരു നിരീക്ഷണമുണ്ട്. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വേണ്ടത് കുട്ടികളെ നന്നായി വളർത്തുക, അതുവഴി രാജ്യം ഉയർച്ച പ്രാപിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ
ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം നിത്യസംഭവമാണ്. ചെറുപ്പത്തിൽ തന്നെ വീടുകളിൽ ശരിയേത് തെറ്റേത് എന്ന് കുരുന്നുറ പ്രായത്തിൽ തന്നെ പഠിക്കുക. ഓരോരുത്തരും വീടുകളിൽ നന്നായി വളരുക. രാജ്യത്തിനും നാട്ടുകാർക്കും ഗുണത്തിനായി നിങ്ങളുടെ വിലപ്പെട്ട ഊർജം വിനിയോഗിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you, sir, for your beautiful words. Now, I would like to call our dear Chachaji to say few words. Good morning, everyone. Are you happy today? Because you celebrate Children's Day. It is the special event for children and the celebration demands your rights. You are leaders of tomorrow, so need to get respect, special care and protection from everyone. It is the duty of every country to provide quality education and good health. Your young mind should be protected of purity, innocence and joy. You are budding stars. The more you are inspired, the more you learn. Your thoughts and ideas strengthen our country. The honesty, equality and brotherhood should be promoted among you. You are all the different kinds of flowers together make this world beautiful garden. So let's make sure that every child in our country enjoys equal rights, safety and quality education. Let me conclude my words. Thank you everyone. And I wish you all a happy Children's Day. Thank you, Chachaji, for your meaningful words. Salty breathe for his solo dance performance. For that, I would like to invite Krishna S. Chandran. കുഞ്ഞിനെ കുടിക്കാനിറങ്ങി
It was a truly lovely performance. I'd like to invite Miss Soliama, the head of English department, to say a message of the event. I'm glad to wish you all Happy Children's Day. November 14th is a very special occasion and it is celebrated as Children's Day. We celebrate the birthday of country's first Prime Minister Pandit Jawaharlal Nehru today. Children calling with immense love and respect Chachaji. His fondness and deep bonding with children is legendary. At the unique moment you are born, the magnificent gifts are granted to every child. They are the gift of strength or power within you, the gift of beauty, that is your good deeds, gift of courage, a way to confidence, a gift of compassion, gentle and forgiving child, gift of hope, trusting the goodness in you, a gift of joy, experience the peace within you, a gift of imagination, nourish your unending dreams and visions, gift of wisdom, lead you to knowledge and understanding. Finally, you may grow in love each moment and share it with others to double the joy within you. Once again, let me wish you all Happy Children's Day and have a nice day. Thank you. Thank you, Miss Soliama, for your message. No music, no life. Here we have Miss Jis and their party to sing a beautiful song. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളമുളം കൂട്ടിൽ. താനെന്നം താളത്തിലാടി, മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി, ഒന്നിച്ചു രണ്ടോമൽ പൈകിളികൾ, ഒന്നാലാം കുഞ്ഞിന്റെ ഓമനകൾ, കാടിന്റെ കിങ്ങിണികൾ. തന്നെന്നം താനെന്നം താളത്തിലാടി, മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി.
കാഞ്ചനത്തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല. ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരം വിളി വന്നിറങ്ങുമ്പോ തന്നിടാം ഒരു പൊന്നോല. മിന്നാ മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല. ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരം വിളി വന്നിറങ്ങുമ്പോ തന്നിടാം ഒരു പൊന്നോല. തുമ്പക്കുടത്തിൽ തുഞ്ചത്തായോ ഞാലിടാം. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായോ ഞാലിടാം. ആകാശ പൊന്നാലിലകളിലായത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലിലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായോ ഞാലിടാം. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായോ ഞാലിടാം. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാത്തിരുമുറിവുകളിൽ തൂക്കും കൊളിരമൃതായി. തിരുമുറിവുകളിൽ തൂക്കും കൊളിരമൃതായി. കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാലാ. ആടിവാ കാറ്റേ ആടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. Marvelous song. Thank you, Miss Jis and Party. Dear friends, few beautiful moments are ahead. Our students from 1st to 10th standard contributed their valuable share to make our day evergreen. Now, wide open your eyes, lend them your ears, and open your heart to see, hear, enjoy, and encourage your friends. Children's Day. We are a children's, we are a stars. We are a children's, we are a flowers. We are a children's, we wanted to sing. We are a children's, we wanted to dance. Roll your boat, roll your boat, baby shark, baby shark. We are the children's, we are the stars. We are the
children, we are the flowers. La la la, COVID-19 is a cruel virus. Let's kill that virus. We are the children, we want to play. We are the children, we are the stars. Red apples hanging on the tree. Red apples hanging on the tree. We are the bugs in the garden. We are the stars in the sky. Clap your hands, clap your hands. Listen to the music. This is the day, this is the day, this is the day for us. Ring the bell and clap, clap, clap. Clap, 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 clap. We shall overcome, we shall overcome, we shall overcome someday. Teachers and friends, clap your hands, clap your hands. We are the flower in the garden of God. We are the flower in the garden of God. We are the flower in the garden of God. We are the flowers in the garden of God. In the jungle, walking in the jungle, swimming on a tree, swimming on a tree. On the bus go round and round, round and round, round and. We are the birds in a garden. We are the stars in the sky. Johnny, Johnny, yes, Papa. Everyone, do you like red color? My favorite color is red. So, let us sing a song about red color. Red apples hanging on the tree. One for mommy, one for daddy, and one for me. Red apples hanging on the tree. One for mommy, one for daddy, and one for me. We shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Hi, I am Elnada Swash. Let us sing a children's day song. We are the birds in the garden. We are the stars in the sky. Birds in the garden. We are the stars in the sky. We are the birds in the garden.
ആശംസകൾ നേരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത്. നാം അവരെ വളർത്തുന്ന രീതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞ മഹത്ഭക്തിയുടെ ജന്മം. വായക്കുടിക്കിൽ മനോഹരമായ പനിനീർപ്പൂവും ചുണ്ടിൽ അതിനേക്കാൾ മനോഹരമായ പാൽപുഞ്ചിരിയുമായി നമ്മെ നോക്കി ചിരിക്കുന്ന ഒരു മഹാന്റെ ചിത്രം കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? വർഷവും നാം നവംബർ 14 ശിശുദിനം ആചരിക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14. കൂടി കരുതിയിരുന്ന പനിനീർ പൂവിനെ പോലെ നിർമ്മലനായിരുന്ന ചാച്ചാജിക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നല്ല പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഒരേപോലെ വേണമെന്ന് പറഞ്ഞ നെഹ്റു വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുത്തി. ഒരു നൂറ്റാണ്ടിൻ്റെ സമ്പാദ്യമായ കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹബാദിൽ ആനന്ദ് ഭവനിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും മകനായി ജനിച്ചു. ശരിയായ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. ചാച്ചാജി നമ്മൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചാച്ചാജിയെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. നവംബർ 14 ശിശുദിനമായി ആഘോഷിച്ചു വരുന്നത്. കുട്ടികളാണ് നാളത്തെ ഇന്ത്യ എന്ന് പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14. കുട്ടികളെ ജീവിതത്തിലും സ്നേഹിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. 14th November is celebrated as Children's Day all over India every year. ഇന്നത്തെ കുട്ടികളാണ് നാളെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത്. നാം അവരെ വളർത്തുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഭാവി നിലനിർത്തുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഈ ദിവസം നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനമായാണ് ആചരിക്കുന്നത്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. ചാച്ചാജിക്ക് കുട്ടികളെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. കുട്ടികളെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. കുട്ടികളെ അത്ര ഇഷ്ടമായിരുന്നു. കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ചാച്ചാ നെഹ്റു നമുക്കായി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കും. കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും പ്രതലമാണ്, അവരെ പ്രതലമായി വേണം കൈകാര്യം ചെയ്യാൻ എന്ന് ചാച്ചാജിയുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഒരിക്കൽ കൂടി ദിനത്തിന് ആശംസകൾ നേരുന്നു. താങ്ക് യു. Morning to all respected teachers and my dear friends. Today I would like to say about Children's Day. Jawaharlal Nehru's birthday we celebrate as Children's Day. Jawaharlal Nehru born on 1889 November 14. പ്രിയമുള്ളവരെ, അച്ഛനും അമ്മയും പിരിയുന്നതിലൂടെ അനാഥമാകുന്ന ഒരു കുരുന്നു ബാല്യത്തിന്റെ നൊമ്പരമാണ് ഞാൻ എൻ്റെ ഒരു കൊച്ചു മോണാക്ടിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സുശീലേ, എടി സുശീലേ, നീ ഇത് എവിടെ പോയി കിടക്കുവാടി? ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് അരമണിക്കൂറായല്ലോടി. എന്താ മനുഷ്യ നിങ്ങൾ അവിടെ കിടന്ന് തൊള്ള തുറക്കുന്നത്? ഒന്ന് അടങ്ങിക്കൂടെ? ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ തന്നെ അങ്ങ് എടുത്ത് കുടിക്കാം. അവൾ അവിടെ അത്യാവശ്യപ്പെട്ട എന്തെടുക്കുക? അത് ശരി, അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. എന്താടി ഈ ഡേറ്റ് വലിയ ഒരുക്കമൊക്കെ? നിന്റെ മാറ്റം ഞാൻ കുറച്ചു നാളായി ശ്രദ്ധിക്കുക. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മേ അമ്മേ, ഇത് കണ്ടോ? എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. നോക്കമ്മേ, അവളുടെ ഒരു ട്രോഫി. ഒന്ന് മാറി നിൽക്കടി അങ്ങോട്ട്. അയ്യോ, ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കൊറോണയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ്.
വരൂ കൊറോണ, വന്നിരിക്കൂ. നീ എന്താ മറ്റാരും വിളിച്ചിരുത്തുന്നില്ലേ? അതാണ് എനിക്ക് നല്ലത്. നിന്നെ ആരും അകത്ത് ക്ഷണിക്കില്ല. പിന്നെ എന്തിനാ നീ എന്നെ വിളിച്ചത്? എനിക്ക് നിന്റെ കൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. കൂട്ടുകാരെ, ഇന്നത്തെ താരമാരാണ്? കൊറോണയല്ലേ? ആരാണ് ഈ കൊറോണ ഇത്രയും വലിയ താരമാക്കിയത്? നമ്മൾ ഓരോരുത്തരുമല്ലേ? അതിന് നേർക്കാഴ്ചയിലേക്ക് ഒരു ചെറിയ ചായക്കടയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. രാമേട്ട, ഒരു ചായ. അല്ല, ഉണ്ണിയോ, ഇരിക്കൂ. രാമേട്ട, 100 ചില്ലറ തരി. അല്ല രമണിയെ, നീ എങ്ങോട്ടേക്കാ പോകുന്നേ? കല്യാണത്തിന് പോവാ. കല്യാണോ? മാന്യ സദസ്സിന്റെ വന്ദനം. കേളപ്പേട്ടന്റെയും ജാനുവേട്ടത്തിന്റെയും നർമ്മമായ ഒരു സംഭാഷണമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അല്ല ജാനുവേട്ടത്തിയോ, കേളപ്പേട്ട അവിടെ പോയി. നീ അത് കണ്ട? അവരിക്കത്തെ കണ്ടാവുന്ന വലിയ Children are the hands by which we take hold of heaven. Let me start with the Children's Day wishes to all my dear friends. A warm good morning to all. As we are remembering our first Prime Minister, Pandit Jawaharlal Nehru, on this occasion, let me quote his words about children. Children are like the buds in a garden. They should be carefully and lovingly nurtured as they are the future of the nation. Being a human who was fond of children, he has done many great deeds towards the promotion of education in India. Respected teachers and my dear friends, good morning to all. Today I would like to say a few words about Children's Day. As you know, in India, November 14 is celebrated as Children's Day. Actually, it is the birthday of Jawaharlal Nehru. Respected principal, teachers and my dear friends, today I like to say about Children's Day. I wishing you all happy Children's Day. Children are like buds in a... Good morning, respected principal, teachers and my dear friends. Children's Day is celebrated on 14 November of every year in India. Children's Day is celebrated every year on the birth anniversary of Pandit Jawaharlal. Good morning to all. I am Alani Manoj, respected principal, teachers and my dear friends. Today I would like to say a few words about Children's Day. Children's Day we celebrated on 14 November. The Pandit Jawaharlal Nehru was born on 14 November. Good morning to the respected principal, teachers and my dear friends. Today I would like to speak a few words about Children's Day. Let me begin by wishing you all a very happy Children's Day. Respected principal, teachers and my dear friends. Today I am going to share a few words about Children's Day. In November 14 is the birth anniversary of our first Prime Minister, Pandit Jawaharlal Nehru. Respected teachers and my dear friends, as we all know, we have gathered here to celebrate Children's Day. In India, we celebrate Children's Day on November 14 as a tribute to Pandit Jawaharlal Nehru. Good morning to the respected principal, teachers and my dear friends. Today I would like to say a few words about Children's Day. I wish all my friends a very happy Children's Day. Today is November 14th. Respected principal, teachers and my dear friends, as we all know, we are gathered to celebrate Children's Day on November 14. Firstly, let me tell why we are celebrating November 14 Children's Day. In India, we are celebrating Children's Day on November 14 as a tribute to Pandit Jawaharlal Nehru. Good morning all of you. My name is Evangeline Vijay. Today I would speak a few words about Children's Day. Pandit Nehru was a great love and affection towards children. Hence, his birthday is celebrated. I wish all my friends a very happy Children's Day. Good morning to respected teachers and my dear friends. Today I am talking a few words about Children's Day. We celebrate Children's Day on November 14. The Children's Day is the birth anniversary of Pandit Jawaharlal Nehru. He was the first Prime Minister of our India. Good morning to all, respected teachers and my dear friends. Today I will like to say a few words about Children's Day. On 14th November, we celebrate Children's Day every year, lot of joy and happiness. Good morning to the respected principal, teachers, parents and all my dear friends.
Today, I would like to say a few words about Children's Day. I wish all my dear friends a happy Children's Day. Good morning, respected principal, teachers, and dear friends. Today, I would like to speak few words about Children's Day. Good morning, everyone. My name is Ananga Jesh. I am speech about Children's Day. Respected teachers and my dear friends, at first I would like to wish you all Children's Day. Good morning, all respected teachers and my dear friends. Today, we are celebrating Children's Day. On the very happy moment, I stand here for expressing a few words about the special day. To the respected principal, teachers, and my dear friends, today I would like to speak a few words about Children's Day. I wish all my friends a very happy Children's Day. Good morning, one and all present here. The children of today will make the India of tomorrow. The way we bring them up will determine the future of the country. The famous words by the great man Pandit Jawaharlal Nehru. We celebrate Children's Day on 14 November in every year. As a tribute to our India's first, children participate in particular activities with great interest. The children have the capability to change the country positively. The Pandit Jawaharlal Nehru considered the children are the building block of the strong nation. With this, I conclude my words and wishing you all a very happy Children's Day. Good morning to respected principal, teachers, and all my dear friends. Today, I would like to speak a few words about Children's Day. Children's Day is celebrated on 14th November. Good morning to the principal, teachers, and my dear friends. We all are very glad and gathered here to celebrate the Children's Day. At this auspicious occasion, I would like to speak on the Children's Day. Good morning to one and all, respected teachers and my dear friends. First of all, I wish all my friends a very happy Children's Day. Today is 14 November. This day is celebrated as Children's Day. Welcome, my dear respected teachers and my dear friends. Today, I am going to sing about Children's Day. We celebrate Children's Day on November 14th every year. The first Children's Day is on... Hi, good morning to all my dear friends. I am Devananda Rajesh from 6th A. In this day, I am here to speak a few words about Children's Day. Today, 14th November. Good morning everyone. Respected principal, teachers, parents and my dear friends. Today, I am standing before you to say a few words about Children's Day. Today is November 14. Respected teachers and my dear friends, today I stand before you to speak a few words about Children's Day. Firstly, let me tell you why are we celebrating Children's Day on November 14. In India, we celebrate Children's Day on November 14 as a tribute to Pandit Jawaharlal Nehru. One good morning to all, respected principal, teachers and my dear friends. Today I would like to tell about Children's Day. Children's Day is celebrated as the birth anniversary of our first Prime Minister Pandit Jawaharlal Nehru. His father's name is... Good morning, respected principal, teachers and my dear friends. Today, I would like to speak a few words about Children's Day. 14th November is celebrated as Children's Day in India. As we all know, 14th November is the birthday of... Good morning to all of them. November 14th Children's Day. I'm wishing you all of a happy Children's Day. Children's Day is a day of a great experiment and joy, especially for Respected principal, teachers and my dear old friends. At first, I would like to wish you all a happy Children's Day. This day is very special as we celebrate our first Prime Minister and a great visionary, Pandit Jawaharlal Nehru's birthday as Children's Day. Is built up without any morals and principles. Such society becomes savage and barbaric in nature. Dear friends, when we celebrate his birthday on 14 November, as children, He was the first Prime Minister of independent India. He had a great love and affection to the children. Hence, his birthday is celebrated as a Children's Day. Nehru, the first Prime Minister of India, born on November 14, 1889. Thus, we commemorate his birth anniversary as Children's Day.
Nehru was a prominent leader of the Indian independence movement. Children are very important in all over the world. So Children's Day is celebrated in various countries with equal pops and shows. Good morning to all, respected teachers and my dear friends. Today I would like to say a few words about Children's Day. We are celebrating Children's Day on 14th November on Jawaharlal Nehru's birthday. He was the first Prime Minister of India. He loved children a lot. All the children used to call him Chacha Nehru. On this day, all the children are given gifts. They are treated with their favorite places. He always tells to children that the children are like a buds in a Birthday of Pandit Jawaharlal Nehru. He was the first Prime Minister of independent India, and he is also known as Chacha Nehru. A loving band with children, also loved and fondly affectionate towards them. The children also loved and fondly called him Chacha Nehru. He advised for the children to have a compulsory words which goes, "Hey, why can't you be like him?" At this moment, I proudly remember the words of Dr. APJ Abdul Kalam which goes, "Be remembered, be unique." Pandit Jawaharlal Nehru was very loved of children. Here we celebrate Children's Day on November 14 as a tribute of Pandit Jawaharlal Nehru. Nehru was the first Prime Minister of India. He was born on November 14. In India, we celebrate Children's Day on November 14th. Children's Day is the birth anniversary of Pandit Jawaharlal Nehru. He was the first Prime Minister. It is our way of honoring the memory and vision of Chacha Nehru. It is just because of the eagerness and ambition of the children of our country we can manage to achieve the glory that Indian society. The way we bring them up will determine the future of the country. Once again, I wish you a very happy Children's Day. Thank you. Have a nice day. ഒഴുകും പുഴയുടെ ഈണത്തിലും താഴകും തെന്നലിൻ താളത്തിലും ഒഴുകും പുഴയുടെ ഈണത്തിലും താഴകും തെന്നലിൻ താളത്തിലും പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശ സിജോ ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോ കാട്ടാറും തീരത്ത് കുഞ്ഞാറും കമ്പത്ത് ഒറ്റക്കിരിക്കുന്നതെന്തേ തത്തേ ഒറ്റക്കിരിക്കുന്നതെന്തേ തത്തേ കാട്ടാറും തീരത്ത് കുഞ്ഞാറും കൊമ്പത്ത് ഒറ്റക്കിരിക്കുന്നതെന്തേ തത്തേ ആദ്യാക്ഷരമിൻ അറിവായി കുറിപ്പിച്ച് ആ ഗുരുനാഥനെ മറക്കില്ലൊരിക്കലും ആരോടും നന്മകൾ ചെയ്യാൻ പഠിപ്പിച്ച് ആ പ്രിയ ഗുരുവിനെ പണ്ടു ഞാൻ കേട്ടൊരു ഗാനം എനിക്കായാരോ എഴുതിയ ഗാനം എവിടെയോ പണ്ടു ഞാൻ കേട്ടൊരു ഗാനം എനിക്കായാരോ എഴുതിയ ഗാനം ആയിരമേകാന്ത രാവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയൊളി തൂകി നെഞ്ചിൽ പനിനീർ പൂച്ചൂടി തലയിൽ തൊപ്പി കിരീടം പോൽ ചൂടി വരുന്നിത ചാച്ചാജി ധീരൻ വീരൻ ചാച്ചാജി
ധീരൻ വീരൻ ചാച്ചാജി. പറഞ്ഞില്ലേ പൊള്ളു പറഞ്ഞില്ലേ നീ അറിഞ്ഞ കല്ലു പാഞ്ഞു മാനം തമ്മിൽ പാതി മുറിഞ്ഞ് തൊട്ടവർ. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയ. ഓണവരമ്പത്തൊന്നു വരൂ, ഒന്നര വട്ടിപ്പൂ തരൂ, ഈരം ചൂടി ചിരിച്ചിരിക്കും കാക്കപ്പൂവേ, കാക്കപ്പൂവേ. ഒന്നാം കുന്നത്തൊന്നു വരൂ, ഒന്നര വട്ടിപ്പൂ തരൂ, ഈരം ചൂടി ചിരിച്ചിരിക്കും തുമ്പപ്പൂവേ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. ഓർമ്മകളെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ, കൊണ്ടുപോകരുതേ മുരളി കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടി. പ്രിയമുള്ള സ്വപ്നത്തെ പുസ്തക പൊൻതാളെ ഒരു മയിൽ പീലി തിളങ്ങി. നിറമുള്ളൊരോർമ്മതൻ കുഞ്ഞു നെല്ലിക്കകൾ മധുരം പകർന്നു തുടങ്ങി. മനസ്സിലെ മഴമുകിൽ പെയ്യാൻ തുടങ്ങി. പൂത്തിരുവാതിരത്തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി. പൂത്തിരുവാതിരത്തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാ. ശ്രീലകവാതിലിൽ മൂവന്തിയിൽ നിന്റെ കാലൊച്ച കേൾക്കാൻ കൊതിച്ചിരിക്കേ. മാലേയമാടിയ മാറിടത്തിൽ നിറമാലയായി മാറാൻ തപിച്ചിരിക്കേ. ശ്രീലകവാതിലിൽ മൂവന്തിയിൽ നിന്റെ കാലൊച്ച കേൾക്കാൻ കൊതിച്ചിരിക്കേ. പോയ ജന്മങ്ങളിൽ നിന്നു ശ്രീലകവാതിലിൽ മൺവീണയിൽ മഴശ്രുതി ഉണർത്തി മറവികളിന്തിനോ ഹരിതമായി. മൺവീണയിൽ മഴശ്രുതി ഉണർത്തി മറവികളിന്തിനോ ഹരിതമായി. ഉപബോധഗിരികളിൽ അധികൂടലഹരിയിൽ ഹൃദയമാം പുലർക്കാല നദി തിളങ്ങി. മുക്കുറ്റിപ്പൂവിൻ്റെ നെറ്റിയിലിന്നലെ മൂവന്തി തോടുകുറി ചാർത്തി. ചന്ദ്രികയൊരു കുടം ചന്ദനച്ചാറിൻ്റെ ചാരുത ചാലിച്ചു ചാർത്തി.
ഞാൻ നേഹാറോയി. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. നീലരാവിൽ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പാടാൻ പോകുന്നത് വിതുമ്പും കുഞ്ഞുമനസ്സിൽ എന്ന മനോഹരമായുള്ള മ്യൂസിക്കാണ്. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലി വിടർത്തും പൂക്കാലം, സ്വരങ്ങൾ തമ്പുരു വീട്ടും ശ്രീരാഗം. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ലാ 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 ലാ. വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഞാൻ ശ്രീനന്ദ ശ്രീകുമാർ. എല്ലാവർക്കും ഞാൻ ശിശുദിനം ആശംസിക്കുന്നു. നീലരാവിൽ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. ഞാൻ GNS സണ്ണി. ആരും അറിയാതെ പോയ നൊമ്പരങ്ങൾ എന്ന എന്റെ സ്വന്തം കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. നേരമിരുണ്ടു വെളുക്കുമ്പോൾ എൻ മനം മഹാമാരിതൻ ഭീതിയിൽ നീറിടുന്നു. ഭീതി വേണ്ടെന്നെന്റെ മാതാവ് ചൊല്ലുന്നു. ജാഗ്രത മാത്രമേ വേണ്ടതുള്ളൂ. എൻ മാനസത്തിന്റെ നൊമ്പരം കാണുവാൻ കഴിഞ്ഞിലൊരുവനും എന്തു കഷ്ടം. വീഥികൾ വിജനമായി, വിദ്യാലയങ്ങളും ക്ലാസുകളില്ല, പരീക്ഷയില്ല, കളിച്ചിരികളില്ല, കഥ പറയലില്ല. ശിശുദിനം വന്നതറിഞ്ഞതില്ല. ഒരു ശിശുദിനം, കുഞ്ഞുങ്ങൾ തൻ ദിനമാണിത്, പുഞ്ചിരി തൻ നിറവാണിത്. ഏവർക്കും പ്രിയനാം ചാച്ചാജിതൻ ജന്മനാളിത്. ആഹ്ലാദിപ്പിൻ ഈ സുദിനത്തിൽ ഏവരും, ആഹ്ലാദിപ്പിൻ ഈ സുദിനത്തിൽ ഏവരും. കൊറോണ കാലം ആയതിനാൽ ആഘോഷങ്ങൾ ഇനി ഓർമ്മകളിൽ മാത്രം. കലപില ശബ്ദത്താൽ മുഖരിതമാം കലാലയങ്ങൾ ശൂന്യം. എങ്കിലും അകലാതെ അകലാം ഈ ശിശുദിനത്തിൽ ഞാൻ എൻ ശിശുദിനാഘോഷങ്ങൾ എത്ര സുന്ദരം. ചാച്ചാജിയെ സ്മരിക്കുന്ന കുട്ടികൾ എൻ പള്ളിക്കൂടത്തിൻ മുറ്റത്തു നിറയും. കുട്ടികളോരോ കാഴ്ചകളേകി ഞാൻ കണ്ടു അവസ്മരണീയ നിമിഷങ്ങൾ. എൻ ബാല്യത്തിൽ ഞാൻ കണ്ടു, ഇന്നു ഞാൻ കണ്ടു ആ ദിനം. ശിശുക്കളില്ലാത്തൊരീ ദിനം. ഈ വിദ്യാലയമുറ്റത്തുമിപ്പോൾ ഞാൻ മാത്രം. എന്തൊരു ലോകമിത്, എന്തൊരു പതനമിത്. ഈ ജ്വാലയായിടും ഈ മഹാമാരിയെ പൊരുതി ജയിച്ചിടാം സോദരരെ.
ഈ ശുഭ ശിശുദിന വേളയിൽ ഒന്നിച്ചു പൊരുതി ജയിച്ചിടാം നാളുകൾക്കായി കൂട്ടരുമൊത്ത് കളിച്ചും ചിരിച്ചും നടക്കുന്ന കാലത്തെ ഓർമ്മയില്ലേ വീടിൻ്റെ അകത്തിരുന്നോരോ നിമിഷം പിടയുന്ന മനസ്സുകളായി നമ്മൾ വീടിൻ്റെ അകത്തിരുന്നോരോ നിമിഷവും പിടയുന്ന മനസ്സുകളായി നമ്മൾ ഈയൊരു അധ്യയന വർഷത്തിൽ നാം വിദ്യാലയമേ കണ്ടതില്ല വീടൊരു ക്ലാസ് മുറിയാകിയ നേരമേ സങ്കടമാകെ നിറഞ്ഞതാണ് വീടൊരു ക്ലാസ് മുറിയാക്കിയ നേരമേ സങ്കടമാകെ നിറഞ്ഞതാണ് പേടിപ്പെടുത്തും മഹാമാരിയെ നമുക്കൊന്നിച്ചു പൊരുതാൻ കഴിയണമേ കൂട്ടുകാർ കൂടെയില്ലാതെ ഈ ശിശുദിനം എങ്ങനെ ആഘോഷിച്ചിടുമേ വിശ്വസിച്ചൊന്ന്
I invite Mr. Sunny TJ, who is a staff secretary of the school, for the vote of thanks. ഇൻഫന്റ് ജീസസ് സ്കൂളിന് ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ സഹാധ്യാപകരെ, കോവിഡ് വ്യാപനത്തിൻ്റെ ഭീതിയിലും ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ വളരെ മനോഹരമായി ശിശുദിനം അണിയിച്ചൊരുക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കൂട്ടുകാർക്കും സന്തോഷകരമായ ശിശുദിനം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ശിശുദിനത്തിൻ്റെ പ്രത്യേകത ഇത് വിർച്വൽ ശിശുദിനമാണ്. ഈ വിർച്വൽ ചിൽഡ്രൻസ് ഡേയുടെ മുഖ്യാതിഥിയായി നമുക്ക് സന്ദേശം നൽകിയിരിക്കുന്നത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പൗരനും നമ്മുടെ പ്രസിഡന്റുമായ ശ്രീ PT അഗസ്റ്റിൻ അവർകളാണ്. ഇലക്ഷൻ്റെ തിരക്കിട്ട നിമിഷങ്ങളിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി സന്ദേശം നൽകിയ അഗസ്റ്റിൻ സാറിന് ഇൻഫന്റ് ജീസസ് സ്കൂളിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആത്മീയമായി നമ്മെ ഒരുക്കിയ പ്രാർത്ഥനാഗാനം ആലപിച്ച സിസ്റ്റർ ലിസ, ഹൃദ്യമായ സ്വാഗതം ഏവർക്കും ആശംസിച്ച നമ്മുടെ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ സലോമി, അർത്ഥസമ്പുഷ്ടമായ ഒരു ശിശുദിന സന്ദേശം നൽകിയ മദർ ഡീന തുടങ്ങിയ കർമ്മലീത്ത സമൂഹത്തിലെ ശ്രേഷ്ഠ സിസ്റ്റേഴ്സിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ശിശുദിനാഘോഷങ്ങൾ മനോഹരമാക്കാൻ സാങ്കേതിക സഹായങ്ങൾ നിർവഹിച്ച ജിനു സാറിനോടൊപ്പം അധ്യാപികമാരായ നീതു ജെറീഷ്, ദീപ, ജയറാണി എന്നിവരെയും റെക്കോർഡിംഗ് മനോഹരമായി നിർവഹിച്ച SSLC വിദ്യാർത്ഥിയായ ക്രിസ്റ്റോ റോബിനെയും ആങ്കറിംഗ് അതിമനോഹരമായി പൂർത്തിയാക്കിയ അയന അൽഫോൻസ സജിയെയും പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇന്നത്തെ വെർച്വൽ ശിശുദിന പരിപാടിയെ മനോഹരമായി അണിയിച്ചൊരുക്കാൻ വിവിധ പരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ സഹ അധ്യാപകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ശിശുദിനത്തിന് മുന്നോടിയായി നമ്മൾ നടത്തിയ പ്രസംഗം, കവിതാരചന, ആലാപനം, ലളിതഗാനം, ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഇനങ്ങളിലെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമായിരുന്നു. നിങ്ങളുടെ സ്നേഹപൂർണമായ പങ്കാളിത്തത്തിന് എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇൻഫന്റ് ജീസസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേരുന്നു. താങ്ക് യു ഓൾ.